ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ നിന്ന് ഈ ജനുവരിയിൽ റിലീസാകാൻ പോകുന്ന പടങ്ങൾ ഏതൊക്കെ എന്നുള്ളത് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാന്നുള്ളത്. ആ വീഡിയോ ആണിത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ടോവിനോ തോമസും തൃശ്ശിയും വിനയറായൊക്കെ മെയിൻ കഥാപാത്രം ആയിരുന്നു പടം. അപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ ഗംഭീരമായിരുന്നു. പടം സൂപ്പറാവും തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ജനുവരി 2-ാം തീയതി പടം റിലീസാകാൻ പോകുന്നത്, എന്ന് വെച്ചാൽ നാളെ. പിന്നെ ഒരാൾ ആസിഫ് അലി നായകനായിരുന്ന രേഖാചിത്രം എന്ന് പറഞ്ഞ പടമാണ്. അത് 9-ാം തീയതി റിലീസാവും ജനുവരി. അതിൻ്റെ ട്രെയിലറൊക്കെ വന്നിരുന്നു. അത് നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. അവർ നല്ല ത്രില്ലർ പടമായിട്ട് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അനശ്വരരാജനാണ് വേറൊരു മെയിൻ കഥാപാത്രം എത്തുന്ന പടത്തിൽ. പിന്നെ ജനുവരി 10-ാം തീയതി എന്ന് സ്വന്തം മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള പടം വരുന്നുണ്ട്. അർജുന അശോകൻ, അനശ്വരരാജൻ, ബലുവർഗീസ്, ഈ 3 ആൾക്കാർ മെയിൻ കഥാപാത്രം എത്തുന്ന പടമാണ്. അതിന്റെ ട്രെയിലർ നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. പിന്നെ ജനുവരി 16-ാം തീയതി പ്രാവിൻകൂട് ചാപ്പ് എന്ന് പറഞ്ഞ പടമാണ് അടുത്തതായിട്ട് ഒരാൾ. അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങുന്നു. അത് ഗംഭീര ട്രെയിലറായിട്ടാണ് തോന്നിയത്. ഇത് ചെമ്പ് വിനോദ്, സൗബിൻ ഷായർ, പിന്നെ ബേസിൽ ജോസഫ്. ആളുടെ പടങ്ങളൊന്നും അങ്ങനെ തല്ലിപ്പൊളി ആവാറില്ല. എപ്പോഴും വിജയം കരസ്ഥമാക്കിയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ പടത്തിൽ നല്ല പ്രതീക്ഷ ഉണ്ട്. ഒരു ഗംഭീര പടം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ കഴിഞ്ഞിട്ട് ഒരാൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പടമാണ്. അതിൻ്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ആണ് ഇവർ അറിയിച്ചത്, ജനുവരി 23-ാം തീയതി എന്നുള്ളത്. എന്തായാലും ആ പടത്തിലും പ്രതീക്ഷ ഉണ്ട്. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ വരുന്ന പടമാണ്. അതിൻ്റെ ടീസർ പക്ഷേ അത്ര കൺവിൻസിങ് ആയിരുന്നില്ല, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ല. എന്തായാലും ഞാൻ അതിൻ്റെ ട്രെയിലർ വരാണ്ട് അത് കണ്ടിട്ട് നോക്കാം. എന്തായാലും അതും നന്നാവും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഈ മാസത്തിൽ ലാസ്റ്റ് ഒരാളുടെ പടം തുടരും എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. മോഹൻലാലിൻ്റെ പടം. തരുൺമൂർത്തിയാണ് പടം എടുക്കുന്നത്. ആ പടത്തിന് നല്ല പ്രതീക്ഷയുണ്ട്. അതൊരു നോർമൽ പടം എന്നുള്ളത് തരുൺമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശോഭനയും ഇപ്പോൾ അടുത്ത ഇന്റർവ്യൂവിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ടാക്സി ഡ്രൈവറായിട്ടാണ് മോഹൻലാൽ എത്തുന്നത്. എന്തായാലും അതും ഗംഭീര പടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ജനുവരി 30-ാം തീയതിയാണ് റിലീസാവുക. അങ്ങനെ മൊത്തത്തിൽ മലയാളത്തിന്റെ ആദ്യത്തെ മാസം നോക്കുകയാണെങ്കിൽ ഒക്കെ ഹിറ്റുകൾ അടിക്കാനുള്ള സാധ്യതയുള്ള ഫിലിംസാണ് വരുന്നത്. അതിൽ തന്നെ ബിഗ് എംസിന്റെ പടം ഫസ്റ്റ് മാസം തന്നെ ഇറങ്ങേണ്ടത് എന്നുള്ള വേറെ പ്രത്യേകതയാണ്. എന്നുവെച്ചാൽ ജനുവരി 23-ാം തീയതി മമ്മൂട്ടിയുടെ പടം, ജനുവരി 30-ാം തീയതി മോഹൻലാലിന്റെ പടം വരുന്നുണ്ട്. എന്തായാലും എല്ലാം ഗംഭീരമാവട്ടെ. ഇതല്ലാതെ വേറെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് ഇന്റർവ്യൂവിലുള്ളതും. അതേമാതിരി കുറച്ച് കൂടുതൽ അറിയാവുന്ന പടങ്ങളാണ് ഞാൻ പറഞ്ഞത്. കൂടാതെ ഇപ്പോൾ ഒന്ന് മിസ്റ്റർ ബംഗാളി എന്ന് പറഞ്ഞിട്ടൊരു പടം ജനുവരി 3-ാം തീയതി ഉണ്ട്. അരിസ്റ്റോ സുരേഷ് മെയിൻ കഥാപാത്രം എത്തുന്ന പടം. ആ പടത്തിന് റിവ്യൂ ചെയ്യുമെന്നുള്ള കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പടത്തിനും അങ്ങനെ പോകാറില്ല, സെലക്റ്റീവായിട്ടുള്ള പടത്തിന് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കാണാനുള്ള ചാൻസസ് ഇല്ല. അപ്പോൾ റിവ്യൂ വരാൻ ചാൻസ് കുറവാണ്. 2-3 ആൾക്കാർ കമൻറ്റ് ചെയ്യണത് ഞാൻ കണ്ടായിരുന്നു. 2-3 ആൾക്കാരല്ല, 2 ആൾക്കാർ കമൻറ്റ് ചെയ്തത് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതുള്ളൂ. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിനായി സ്പെഷ്യൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ലൈക്കും ക്ലിക്ക് എടുത്തിട്ട് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.